2 ജീവനക്കാരാണ്. ആ CCTV ദൃശ്യം നമുക്ക് കാണിക്കാം. ആ 2 ജീവനക്കാരെ അയാൾ ഭീഷണിപ്പെടുത്തുന്നു. ആ ഉടൻ തന്നെ ഒരു ജീവനക്കാരൻ തൊട്ടടുത്തുള്ള ബാത്റൂമിലേക്ക് ഡോർ തുറന്ന് കയറുന്നു. അടുത്ത ജീവനക്കാരൻ കയറുന്നു. അതാണ് രണ്ടാമത്തെ CCTV ദൃശ്യം. അതിനുശേഷം ഇയാൾ ആ ഡോറ് ലോക്ക് ചെയ്യാൻ വേണ്ടി സമീപത്തെ ഓഫീസിനകത്ത് കിടന്ന ഒരു ചെയർ, ഒരു കസേരയെടുത്ത് ആ ഡോറിന്റെ ലോക്കിനിടയിലേക്ക്. സിനിമയിൽ പോലും ഇത്രയും നല്ല കോമഡി ഞാൻ കണ്ടിട്ടില്ല. ഒരു കറിക്കത്തിയും കാണിച്ചിട്ട് 40 ലക്ഷം രൂപ ഇരുന്ന് കൊടുത്തിരുന്ന 15 ലക്ഷം രൂപ കറക്റ്റായിട്ട് മോട്ടിച്ചുകൊണ്ട് പോയൊരു കള്ളൻ, അതും ഒരു 2 വീലറിൽ വന്നിട്ട്. അതിനാർക്കും പിടിക്കാൻ പറ്റിയില്ല. ആ ബാങ്കിൽ ഒരു സെക്യൂരിറ്റി ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് വിളിച്ചൊന്ന് കൂവിയ തന്നെ 10 ആള് കൂടത്തില്ലേ? ഈ ഒരൊറ്റൊരു കള്ളനെ പിടിക്കാൻ പറ്റുന്നതല്ലേ? അപ്പൊ ബാങ്ക് ജീവനക്കാർക്ക് അത്രയും വെളിവില്ലാത്തവരാണോ? ഈ ഒരു മോഷണത്തിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട്. വ്യക്തമായിട്ട് ബാങ്കിന്റെ നീക്കങ്ങളൊക്കെ അറിയാവുന്ന ആരോ ആണ് ഇതിന്റെ പിന്നിൽ. ഏതോ ലോൺ എടുത്തിട്ട് പലിശ കൊടുത്ത് മുടിഞ്ഞവനാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ വല്ല ഫിക്സഡ് ഇട്ടിട്ട് തിരിച്ചു കൊടുക്കാത്തവനും ആവും. അതുകൊണ്ടാണ് ബാങ്കിനൊരു ഛേദമില്ലാത്തത്. പോലീസുകാർക്ക് കൊലപാതകം അതുപോലെയുള്ള ക്രിമിനൽ കേസിന്റെ ഇടയ്ക്ക് ഒരു ഫൺ ന്യൂസ് അത്ര തന്നെ, അല്ലാണ്ട് വേറെ എന്താ.